ഹലോ വെൽക്കം ബാക്ക്. കുക്ക് ആൻഡ് കേക്ക് ഹൗസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബട്ടർ നാൻ റെസിപ്പിയും അതിൻ്റെ കൂടെ വൈറ്റ് ചിക്കൻ ഗ്രേവി ആയിട്ടാണ്. അടിപൊളി കോമ്പിനേഷനാണ് ബട്ടർ നാനും വൈറ്റ് ചിക്കൻ ഗ്രേവി. നല്ല ടേസ്റ്റ് ഉണ്ടാവും. വെറൈറ്റി ടേസ്റ്റിലാണ് ഇത് കിട്ടുന്നത്. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ഏകദേശം സെയിം ടേസ്റ്റിലാണ് നമുക്കിവിടെ ബട്ടർ നാൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായി ഞാനിവിടെ ബട്ടർ നാൻ ഉണ്ടാക്കാൻ വേണ്ടി 1.5 കപ്പ് മൈദമാവ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായി കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് നന്നായി കുഴച്ചെടുക്കണം. ഇനി നമുക്കൊരു ക്ലീനായ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ ഈ മാവ് വെച്ച് ഇതേപോലെ നന്നായി കുഴച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മാവ് നന്നായി സ്മൂത്തായി കിട്ടും. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു 2 മിനിറ്റ് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടാണ് നമ്മുടെ മാവ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതേ ബോക്സിൽ തന്നെ നമുക്ക് ഇത് അടച്ച് വെച്ച് ഒരു ½ ആൻ അവർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ വൈറ്റ് പെപ്പർ, ½ ലെമണും സ്ക്വീസ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് തൈരും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ കൈകൊണ്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു ½ ആൻ അവർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ നമുക്കിനി കറി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഹോൾ സ്പൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ഏലക്കായ, ഒരു കറുവപ്പട്ട, 10-15 കുരുമുളകും ചേർത്ത് നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നല്ലതുപോലെ തന്നെ നേരിയതായി എറിഞ്ഞ 2 സവാള കട്ട് ചെയ്തത് ഇതുപോലെ ഇട്ട് കൊടുത്ത് വഴറ്റി കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ മാരിനേഷൻ ചെയ്ത് വെച്ച ചിക്കനിന് നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. എല്ലാ ചിക്കനും ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ തന്നെ വഴറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാവും. അപ്പോൾ ഇതിവിടെ നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഇതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അടുപ്പ് മാറ്റി കൊടുത്ത് നല്ലതുപോലെ തന്നെ വഴറ്റി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് തൈരും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് 4-5 പച്ചമുളക് ഇതേപോലെ മുകൾ ഭാഗത്ത് കീറി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ എരിവ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വൈറ്റ് പെപ്പർ കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ എരിവ് ആവശ്യമുള്ളത് അതിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ വൈറ്റ് പെപ്പർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് നല്ലതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കൂടി വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ സമയം കൊണ്ട് കാഷ്യൂ ബദാം പേസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി 1 പിടി കാഷ്യൂ, 10-15 ബദാം തൊലി കളഞ്ഞത്,
മിക്സി ജാറിലേക്ക് എടുത്ത് നല്ലതുപോലെ തന്നെ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ നന്നായി ഗ്രൈൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലോട്ട് ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിനെ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കൂടി കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലതുപോലെ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കസൂരി മേത്തി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റ് ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബട്ടർ നാൻ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ നേരത്തെ കുഴച്ചെടുത്ത് വെച്ച മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓരോ ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ബോൾ എടുത്ത് നല്ലതുപോലെ തന്നെ ഒരു ചപ്പാത്തി റോളറിൽ ഇതേപോലെ പരത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓവൽ ഷേപ്പിൽ പരത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ പരത്തിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായി ഷ്രെഡ് ചെയ്ത് വെച്ച ഗാർലിക് ഇതേപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായി മല്ലിച്ചൊപ്പും കറുത്ത എള്ളും ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ചപ്പാത്തി റോളർ കൊണ്ട് ഇതേപോലെ പരത്തിയെടുക്കണം. അപ്പോൾ അതിൽ നമ്മുടെ ഗാർലിക്കും മല്ലിച്ചൊപ്പ് ഒക്കെ ഇതിൽ തന്നെ സ്റ്റിക്കാവും. പിന്നെ ഇതിനെ തിരിച്ചിട്ട് കൊടുത്ത് വെള്ളം ഇതിൻ്റെ മുകളിലായി തടവി കൊടുക്കുക. നമ്മൾ ചുട്ടെടുക്കുന്ന പാനിൽ ഇത് നന്നായി സ്റ്റിക്കാവാൻ വേണ്ടിയാണ് ഇതേപോലെ വെള്ളം തടവി കൊടുക്കുന്നത്. എന്നിട്ട് ഓയിൽ അപ്ലൈ ചെയ്യാത്ത പാനിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓയിൽ അപ്ലൈ ചെയ്യരുത്. നമ്മൾ ഇതേപോലെ തിരിച്ചും ഫ്രൈ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ നാന് താഴെ വീണ്ടു പോകും. അതിന് വേണ്ടിയാണ് ഓയിൽ തേച്ച് കൊടുക്കാത്തത്. അപ്പോൾ നമ്മുടെ നാണിവരെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളി നാൻ ഉണ്ടാക്കാൻ വേണ്ടി. ഇനി ഇതിൻ്റെ മുകളിലായി ബട്ടർ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തിലേക്കും ഇതേപോലെ ബട്ടർ തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വൈറ്റ് ചിക്കൻ ഗ്രേവി ഒരു സർവിങ് ബൗളിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഗാർണിഷിനും ടേസ്റ്റിനും വേണ്ടി 2-3 ടേബിൾ സ്പൂൺ ബട്ടർ മെൽട്ടാക്കിയതിന് ശേഷം അതിലേക്ക് ജിഞ്ചർ ഇട്ട് കൊടുത്തു നന്നായി ഫ്രൈ ആയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈറ്റ് ചിക്കൻ ഗ്രേവി നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നമ്മുടെ ബട്ടർ നാനും നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ലതുപോലെ തന്നെ ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. അടിപൊളി ബട്ടർ നാന് ഏകദേശം നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന സെയിം ടേസ്റ്റിലാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു കിടിലൻ റെസിപ്പിയായി കാണുന്നതാവും. അതുവരെ ബായ്.